നമ്മുടെ ചുറ്റും ശരിക്കുണ്ടല്ല ഒരുപാട് നന്മകൾ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരാണ് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുക. എന്നാൽ ഈ നന്മ കാണുന്നവരിൽ തിന്മ കാണുന്ന ചില ആളുകളുമുണ്ട്. അവരൊന്നും ഒരു കാലത്തും ഒരിടത്തും എത്തിപ്പെടാറുമില്ല. ഒരിക്കൽ ഒരാൾ നല്ല വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു കാക്ക അദ്ദേഹത്തിന്റെ വെള്ള ഷർട്ടിലേക്ക് കാഷ്ടിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് വിളറും. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെയല്ലായിരുന്നു. എല്ലാത്തിലും ഒരു നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം മുകളിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു അത്രേ, ഭാഗ്യം പശുക്കൾക്ക് പറക്കാനാവില്ലല്ലോ. ഇത്തരത്തിലൊരു കക്ഷിയായിരുന്നു ജെയിംസ് വാട്ട്, നമ്മുടെ ആവിയന്ത്രം കണ്ടുപിടിച്ച കക്ഷി. ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയത്തിലെത്തിയ ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ. കുട്ടിക്കാലത്ത് ജെയിംസ് വാട്ടിന് കളിപ്പാട്ടങ്ങൾക്കൊപ്പം അവന്റെ അച്ഛൻ ഒരു ടൂൾ ബോക്സ് കൂടെ വാങ്ങിക്കൊടുത്തു. കളിപ്പാട്ടങ്ങളെല്ലാം അഴിച്ചു പണിയലായിരുന്നു സാധാരണ കുട്ടികളെ പോലെ തന്നെ വാട്സിന്റെയും ജോലി. പക്ഷേ വാട്സ് ഒരു കാര്യം കൂടെ ചെയ്തു. ഇങ്ങനെ അഴിച്ചു മാറ്റിയ കളിപ്പാട്ടങ്ങളെല്ലാം കൂടെ വെച്ച് സ്വന്തമായി ഇഷ്ടമുള്ള വേറൊരു കളിപ്പാട്ടം ഉണ്ടാക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഈ പണിയാണ് ഒടുവിൽ അദ്ദേഹത്തെ ഗണിതശാസ്ത്ര ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയിലെത്തിച്ചത്. അങ്ങനെ ഇരിക്കെയാണ് അവൻ പ്രൊഫസർ ജോൺ റോബിൻസണുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ജെയിംസ് വാട്ടിനെ ആവിയന്ത്രത്തിലേക്കുള്ള പരീക്ഷണത്തിലേക്ക് തിരിച്ചുവിടുന്നത്. അതിനുവേണ്ടി അവൻ ഒരുപാട് ഭാഷകൾ പഠിച്ചു. ഒരുപാട് ഭാഷയിലുള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചും വായിച്ചും കൂട്ടി. ഒടുവിലാണ് ആവിയന്ത്രത്തിലേക്ക് ജെയിംസ് വാട്ട് എത്തിപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് പോലും നാന്ദി കുറിച്ചത് ജെയിംസ് വാട്ടിന്റെ ഈ കണ്ടുപിടുത്തമാണെന്നാണ് പറയുന്നത്. ജെയിംസ് വാട്ട് ആവിയന്ത്രം പ്രവർത്തിപ്പിച്ചത് സംബന്ധിച്ചും ഉണ്ട് ഒരു തമാശ. ആവിയന്ത്രം പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ചു. ചുറ്റും ഒരുപാട് ആളുകൾ കൂടി. ജെയിംസ് വാട്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടു. ആളുകൾ ചുറ്റും നിന്ന് കൂക്കി വിളിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി, അവന് ഭ്രാന്താണ് എന്നുവരെ വിളിച്ചു പറയാൻ തുടങ്ങി. ഒടുവിൽ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഈ കൂവിയവരൊക്കെ തന്നെ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അവർക്ക് പറയാൻ വാക്കുകളില്ലാതായി. ഒരു വിരുദ്ധൻ അപ്പോഴും ഒരു കാര്യം പറഞ്ഞു, പ്രവർത്തിപ്പിച്ചതൊക്കെ ശരി, ഇനി ഇതെങ്ങനെ നിർത്തും എന്നുകൂടി അറിയണമെന്ന്. ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളുടെയും രീതി. എന്നാലും ഇതിലൊന്നും ജെയിംസ് വാട്ട് തളർന്നില്ല. അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയി. അങ്ങനെ ലോക ശാസ്ത്ര ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടുപിടുത്തം ജെയിംസ് വാട്ടിന്റെ വക ഉണ്ടായി. അങ്ങനെയാണ് ജെയിംസ് വാട്ട് ശാസ്ത്രലോകത്ത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമായി മാറുന്നത്.